ഉള്ളവരെ ഇന്ന് ഈ ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചായിരിക്കാൻ ദൈവം എനിക്കും ഇങ്ങനെ ഒരു അവസരം തന്നത് ഓർത്ത് ഞാൻ നന്ദിയുള്ളവനായിട്ടായിരിക്കുന്നു. I'm thankful to the Lord for giving me an opportunity like this to be before you in this platform. ഇന്ന് എന്നോട് പ്രിയ സഹോദരൻ പറഞ്ഞത് നമ്മുടെ കുടുംബജീവിതവും സഭാജീവിതവുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറയണമെന്നാണ്. I was told by brother to share on our family life and our church life. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ ലോകത്ത് സ്ഥാപിച്ച 3 വ്യത്യസ്ത സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. We know that God has established 3 institutions in this world. അത് ഒന്നെന്ന് പറയുന്നത് കുടുംബമാണ്. The first one is a family. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ആ നിലയിൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ലോകത്തുള്ള അധികാരങ്ങളാണ്, ഗവൺമെൻറ്റാണ്. The second in that level is the authorities in the worldly realm. മൂന്നാമത് സഭയാണ്. And the third institution is the church. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഈ പ്രിയപ്പെട്ടവരെല്ലാവരും ഇതിൽ ആദ്യത്തേതും കുടുംബത്തോടും സഭയോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവരാണ്. And I believe that all of you are engaged in your house and in the church. തീർച്ചയായിട്ടും സമൂഹത്തിലെ ചില അധികാരങ്ങളോടും ഒക്കെ ബന്ധപ്പെടേണ്ടതായിട്ട് വരാറുണ്ട്. എങ്കിലും നമ്മുടെ പലരുടെയും താല്പര്യങ്ങൾ കുടുംബത്തിലും സഭയിലുമാണ്. Definitely we are dealing with the earthly authorities, but our interest is more in our home and in our church. ഇതില് സഭ തീർച്ചയായിട്ടും നമുക്ക് വളരെ പ്രധാനമാണ്. And definitely the church is very much important to us, primary to us. എന്നാൽ ഈ 3 സ്ഥാപനങ്ങളിൽ ഒന്നാമത് ദൈവം സ്ഥാപിച്ചത് കുടുംബമാണ്. But out of all the 3 institutions, the first one that God created is a family. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിന്റെ പ്രാരംഭ അധ്യായങ്ങളിൽ ദൈവം കുടുംബം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നു. We see in the beginning pages of Genesis itself God establishing the family. പിന്നീടാണ് പ്രാദേശിക അധികാരങ്ങളും പിന്നീടാണ് സഭയും ഒക്കെ വരുന്നത്. Only after this family is created we see the earthly authorities and the church is all coming. നമ്മളെ കുടുംബജീവിതത്തിന് വലിയ പ്രാധാന്യം ഈ നിലയിലുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. കാരണം ദൈവം ആദ്യമായിട്ട് സ്ഥാപിച്ച ഒരു സ്ഥാപനം എന്ന് പറയുന്നത് കുടുംബമാണ്. The first institution that God had established is a family, so we must understand that how important it is in our lives. കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രാധാന്യം നമ്മൾ ചിന്തിച്ചാൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. And if you will think on the family life, we can find many areas where it is important. കുടുംബം എന്ന് പറയുന്നത് പ്രാഥമികമായും ദൈവത്തിന്റെ ഒരു ആശയമാണ്. When you say the word family, that concept itself is from God. നമ്മളാരും മനുഷ്യരാരും കണ്ടുപിടിച്ച ഒരു പരിപാടിയോ പ്രസ്ഥാനമോ അല്ല കുടുംബം. None of the mankind found or discovered family. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു ദൈവികമായ ആശയമാണ് കുടുംബം. ദൈവമാണ് കുടുംബത്തിന്റെ ഉപജ്ഞാതാവ്. It is a thought that had begun in the mind of God, and God himself is the Lord over it. നോക്കുക, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം നോക്കുക. Genesis 2 verse 18. അവിടെ ഇവിടെ ഭൂമിയില് പാപം വരുന്നതിനും ഒക്കെ മുമ്പ് തന്നെ ദൈവം പറയുന്നത് കുടുംബത്തെ കുറിച്ചാണ്. Before everything, God himself is telling about family over here. മനുഷ്യനിലെ പാപം പ്രവേശിക്കുന്നതിന് മുമ്പ് Even before കുറിച്ച് പറയുന്നു.
even before sin entered into human race, God is telling about a family. ഉൽപ്പത്തി 2:18 അതിന് അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. Genesis 2:18, then the Lord said, it is not good for man to be alone. I will make him a helper suitable for him. പ്രിയപ്പെട്ടവരെ കണ്ടോ, ദൈവം തന്നെയാണ് ഈ ആശയത്തിന്റെ ഉപജ്ഞാതാവ്. അതുകൊണ്ട് തന്നെ കുടുംബബന്ധം, ഭാര്യാഭർത്തൃബന്ധം എത്രയോ പ്രധാനമാണ്. So can you see from these words that God himself is the originator of this thought? So the relation between a husband and a wife, how important it is? ഈ ഭാര്യാഭർത്തൃബന്ധം അത് അങ്ങനെ ഒരു കാര്യം, ആ ഒരു ആശയം ദൈവത്തിൻ്റെതാണെന്ന് പറയുമ്പോൾ തന്നെ അതിന് മറ്റൊരു വശം കൂടെയുണ്ട്. When we tell that God is the discoverer or the originator of a family life between a husband and a wife, there is another side to it. ഇന്നും ഒരു സ്ത്രീയെയും പുരുഷനെയും അവരെ തമ്മിൽ യോജിപ്പിക്കുന്നത് ദൈവമാണ്. Even today also, it is God himself who is bringing the union between a husband and a wife. മത്തായി 19:6 നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ്. Matthew 19:6 is a verse that we are very familiar in this regard. അവിടെ നമ്മൾ കാണുന്നു, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. So what therefore God has joined together, let no man separate. അപ്പോൾ ഒരു പുരുഷനെയും സ്ത്രീയെയും തമ്മിൽ യോജിപ്പിക്കുന്നത് ആരാണ്? ദൈവമാണ്. So who is the one who is joining a husband and a wife? It is God himself. അപ്പൊ നോക്ക്, വിവാഹം എന്ന ആശയം ദൈവത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. So as we were telling right now, even the concept family itself originated from God. മാത്രമല്ല, ഓരോ പുരുഷനെയും സ്ത്രീയെയും ഭാര്യ ഭർത്താക്കന്മാരായി യോജിപ്പിക്കുന്നതും ദൈവമാണ് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. And from this verse we see that every man and woman are being joined together as a family by God himself. മൂന്നാമത് കുടുംബജീവിതത്തിന്റെ ഒരു പ്രാധാന്യം നമുക്ക് വേണമെങ്കിൽ ദൈവം ആയിരിക്കുന്ന ആ തൃത്വത്തിലെ ആളത്വങ്ങളുടെ അന്യോന്യമുള്ള ബന്ധത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ്, ഒരു ചിത്രമാണ് ഒരു കുടുംബത്തിലുള്ളത് എന്ന് വേണമെങ്കിൽ അതിനൊരു പ്രാധാന്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. The importance of family life, we can think like this. It is a display of the unity between the Father, Son and the Holy Spirit in the Trinity. It's a picturization of their unity. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ നോക്കുക. Genesis 1 verse 26 and 27. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. Verse 26 and 27. Let us make man in our image, according to our likeness. Verse 27. God created man in his own image. In the image of God he created him, male and female. He created them. നമ്മുടെ തൻ്റെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ എന്നൊക്കെ എത്രയോ വട്ടം ആവർത്തിക്കുന്നു ഇവിടെ. How many times the word us, our, these are all being repeated in these two verses. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം ആയിരിക്കുന്ന ആ ത്രിയേകത്വത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ് കുടുംബം. So our family is actually a picturization of the Trinity of God. അതുപോലെ തന്നെ കുടുംബം എന്നൊരു ആശയം ദൈവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. Like that, we also saw that the concept of a family itself is something that originated in God. മാത്രമല്ല, ഓരോ
ഭാര്യയും ഭർത്താവും അവരെ തമ്മിൽ യോജിപ്പിച്ചതും ദൈവമാണ്. Not only that, every husband and wife has been joined together by God Himself. നോക്കുക, ഈ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ 3 കാര്യങ്ങൾ തന്നെ ചിന്തിച്ചാൽ ഒരു കുടുംബം ദൈവത്തെ സംബന്ധിച്ചു എത്ര പ്രധാനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. If we look at these 3 statements alone, we can see to God how important a family life is. ഇങ്ങനെ ദൈവം സൃഷ്ടിച്ച ഈ കുടുംബം ഏറ്റവും നന്നായി പോകണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. It's God's good desire that God, who created a family like this, should go in a very good way ahead. ഈ കുടുംബം നന്നായി പോകണമെങ്കിൽ ഇതിൽ പങ്കാളിത്തമുള്ള ഭാര്യയും ഭർത്താവും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. If that family has to go in a good manner, the husband and the wife both have to fulfill their responsibilities. നമ്മൾ വിവാഹ സന്ദേശങ്ങളിലൊക്കെ കേൾക്കാറുള്ളതാണ്, സ്നേഹിക്കുക, കീഴടങ്ങുക. ഈ 2 ഉത്തരവാദിത്തങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ട് എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. In all marriage related sermons, we hear 2 things: you should love and you must be submissive. This exhortation is given to both. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുവാൻ ദൈവം ഭാര്യയോടും ഭർത്താവിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. Dear ones, to love is a commandment that God has given both to the man and to the woman. പലരും കരുതിയിരിക്കുന്നത് ഭർത്താവിനോട് മാത്രമാണ് സ്നേഹിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ്. Many people think that it is a commandment that is only given to the husbands. എന്നാൽ 2 പേരോടും സ്നേഹിക്കാനും 2 പേരോടും കീഴടങ്ങാനും പറഞ്ഞിട്ടുണ്ട്. But the truth is, God has told to love to both the husband and the wife. God has told to be submissive both to the husband and the wife. നമ്മൾക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 25-ാമത്തെ വാക്യം നോക്കുക. Let us turn to Ephesians 5:25. അവിടെ നമ്മൾ കാണുന്നു, ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. Husbands, love your wives just as Christ also loved the church and gave himself up for her. നമ്മൾ ഇതുപോലെ തന്നെ തീത്തോസിന്റെ ലേഖനത്തില് ഭാര്യയോടും ഭർത്താവിനെ സ്നേഹിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. In the same manner, in Titus also, the wife is being exhorted to love her husband. തീത്തോസ് 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ മലയാളത്തിൽ യൗവനക്കാരുത്തികളെ ഭർത്തൃപ്രിയമാരും എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത് വിമൻ ലവ് ദെയർ ഹസ്ബൻഡ്സ് എന്നാണ്. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ സ്നേഹിപ്പീൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. In Titus chapter 2 verse 4, the exhortation is given to the young woman, but it is written that women love your husbands. നോക്കുക, എഫേസ്യർ 5:25 ഭർത്താക്കന്മാരോട് ഭാര്യമാരെ സ്നേഹിപ്പാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. In Ephesians 5:25, we see husbands are exhorted to love their wives. തീത്തോസ് 2:4 ഭാര്യമാരോട് ഭർത്താക്കന്മാരെ സ്നേഹിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. And in Titus 2:4, it is an exhortation to the wives to love their husbands. പക്ഷേ ഈ 2 പേരോട് ഇവിടെ പറഞ്ഞിടത്ത് ഒരു വ്യത്യാസം, അതിൻ്റെ നിലവാരത്തിൽ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. But in both these exhortations, there is a degree of difference between the instruction of love given to the husband and to the wife. ഭർത്താവിനോടാണ് സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരു പടി മുമ്പിൽ നിൽക്കാൻ പറഞ്ഞിരിക്കുന്നത്. And it is to the husband the word of God is exhorting to stand one more step ahead in regard to your wife. ഭാര്യയോട് ഭർത്താവിനെ സ്നേഹിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. To the wife, it is only mentioned, love your husband. എന്നാൽ ഭർത്താവിനോട് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുന്നു. But to the exhortation of a husband, it is written, just like
Christ loved the church, you have to love your wife. ക്രിസ്തു സഭയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ നിലവാരമാണ്. Christ loving the church, that standard, how high a standard that is. ഭർത്താക്കന്മാരോട് അങ്ങനെ ഒരു വലിയ നിലവാരം പറഞ്ഞാണ് സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുന്നത്. God is telling to the husbands, taking this standard of how Christ loved the church and telling them, you love your wife like this. എന്നാൽ ഭാര്യയോട് സ്നേഹിക്കാൻ പറഞ്ഞെടുത്ത് അങ്ങനെ ഒരു നിലവാരം പറയുന്നില്ല, സ്നേഹിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. But when God is exhorting the wives, He's only telling love. There is no standard kept to her. കീഴടക്കത്തെ കുറിച്ച് പറയുന്നിടത്തും നമുക്ക് ഈ കാര്യം കാണാനായിട്ട് കഴിയും. You can see such a difference when it comes to submission also. എഫേസ്യർ 5:22 നോക്കുക. Ephesians chapter 5 verse 22. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവി. Wives, be subject to your own husbands as to the Lord. 5:24 പറയുന്നു, സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. Verse 24, but as the church is subject to Christ, so also the wives ought to be to their husbands in everything. ഇവിടെ കണ്ടോ, അതിന്റെ നിലവാരം എന്ന് പറയുന്നത് സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ആ ഒരു വലിയ അളവിൽ ഭാര്യ ഭർത്താവിന് കീഴടങ്ങണം. Can you see the standard that is laid down in the word of God? Just like how the church is submissive to Christ, a wife should be submissive to their husbands. അപ്പോൾ നോക്കുക, ഈ രംഗത്ത് ഭർത്താക്കന്മാര് ഭാര്യയ്ക്ക് കീഴടങ്ങാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? Do you know of any other place where it is written a husband must be submissive to their wife? പല പുരുഷന്മാരും കരുതുന്നതും പറയുന്നതും ഞങ്ങളോട് ആർക്കും കീഴടങ്ങാൻ പറഞ്ഞിട്ടില്ല എന്ന്. Many husbands and men think God has not given any instruction to men to be submissive to their wives. എന്നാൽ എഫേസ്യർ 5:21 നോക്കുക. അവിടെ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ എന്ന് മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഭർത്താവിന് ബാധകമാണ്. In Ephesians chapter 5 verse 21, and be subject to one another in the fear of Christ, is a verse that is applicable even to the husband. അപ്പോൾ നോക്കുക, ഭാര്യയോടും ഭർത്താവിനോടും കീഴടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. So we saw that the word of God is telling to be submissive both to the husband and to the wife. പക്ഷെ ഭാര്യയോടാണ് കീഴടക്കത്തിൽ ഒരു പടി കൂടുതൽ പറയുന്നത്, സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ. But it is to the wife the Lord is exhorting one more step ahead you have to go, that you must be submissive like the church is submissive to Christ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ എന്താണ്? To summarize what we were speaking till now, how do we tell it? ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. To God, family is something very, very important. അത് ഭംഗിയായി പോകാൻ ഭാര്യയും ഭർത്താവും അവരവരുടെ കടപ്പാടുകൾ ചെയ്യണം. For that family to go ahead smoothly, both the husband and the wife must do their respective duties and roles perfectly. അവർ രണ്ടുപേരോടും അന്യോന്യം സ്നേഹിപ്പാനും അന്യോന്യം കീഴടങ്ങാനും പറഞ്ഞിട്ടുണ്ട്. God has told both to the husband and to the wife to be submissive. കീഴടങ്ങാനും സ്നേഹിക്കാനും പറഞ്ഞിട്ടുണ്ട്. And the Lord has also told both of them to love also each other. എങ്കിലും സ്നേഹിക്കുന്ന കാര്യത്തിൽ നോക്കുക, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്നൊരു നിലവാരം പറഞ്ഞ് ഭർത്താവിനെ ഒരു പടി മുമ്പിൽ ദൈവം വചനത്തിൽ വയ്ക്കുന്നു. But we see that when it comes to loving, God is telling the husband, you go one more step ahead and love your wife like how Christ loved the church. അതുപോലെ രണ്ടുപേരോട് കീഴടങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭാര്യയോട് സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ എന്നൊരു നിലവാരം പറഞ്ഞ് ഒരു പടി കീഴടക്കത്തിൽ മുമ്പിലായിരിക്കാനും പറയും.
And even though to be submissive is an exhortation given to both husband and wife, the Lord is telling the wife to go one more step ahead and be submissive to your husband like the church is submissive to Christ. അപ്പൊ നോക്കുക, സ്നേഹവും കീഴടങ്ങലുമാണ് വളരെ പ്രാഥമികമായി കുടുംബജീവിതം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രണ്ട് കാര്യങ്ങൾ. So, the two important things for any family life to go ahead smoothly is love and submission. പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തിൽ ഇത്രയും നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമുക്ക് ഈ നിലവാരത്തിൽ എത്താൻ കഴിഞ്ഞു എന്ന് എപ്പോഴെങ്കിലും പറയാൻ കഴിയും. If you are truthful to yourself, can you answer this question? When can you tell that you have reached this standard that has been set by God? ഇവിടെ ഇരിക്കുന്ന ഏത് ഭർത്താവിനാണ് സ്വന്തം നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് ഞാൻ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത്? Which husband sitting over here can keep your hand on their chest and tell, I have loved my wife just like Christ loves the church? അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഏത് ഭാര്യയ്ക്കാണ് ആത്മാർത്ഥതയോടെ പറയാൻ കഴിയുന്നത്, സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത്? Which wife can tell sincerely, like the church is submissive to Christ, I am being submissive to my husband? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴൊക്കെയും ഈ ഒരു ആവശ്യബോധത്തിലായിരിക്കും കുടുംബത്തിൽ നാം. If you are truthful to yourself, as you progress in your family life, you will realize more and more the deeper need for this truth to become more and more true in your life. പുരുഷൻ എത്രയേറെ സ്നേഹിക്കുന്നവനാണെങ്കിലും അവൻ പിന്നെയും അവൻ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു നിലവാരത്തിൽ നിന്നുകൊണ്ട്, അയ്യോ ദൈവമേ, എനിക്കിനിയും ഈ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോകാനുണ്ട് എന്നായി അവന് പറയാൻ കഴിയും. A husband, no matter how much ever he is loving his wife, still can always tell, Lord, how much far I am from your standard. ഭാര്യയ്ക്കും അതുപോലെ തന്നെ, ദൈവമേ, കീഴടക്കത്തിൽ ഞാൻ ഇനി എത്രയേറെ മുന്നോട്ട് പോകാനുണ്ട്, അവിടുന്ന് വെച്ചിരിക്കുന്ന നിലവാരം വളരെ വലുതാണല്ലോ, ഞാൻ കീഴടങ്ങുന്നുണ്ട്, പക്ഷെ ആ നിലവാരത്തിനൊപ്പം ഇതുവരെയും വന്നിട്ടില്ലല്ലോ എന്നൊരു ആവശ്യബോധത്തിലായിരിക്കും അവള്. Similarly, a wife also will always be conscious of that need in her life, that I am submissive to my husband, but how much more further I have to progress in the aspect of being submissive to my husband. അപ്പൊ നോക്കുക, ഒരു കുടുംബജീവിതം ഭംഗിയായി പോകാനുള്ള അതിനുള്ള അടിസ്ഥാനപരമായ കാര്യം ദൈവം ഇവരുടെ രണ്ടുപേരുടെ കടപ്പാടിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. So we see that in the basic responsibility God has put as that stepping stone how your family life can go smoothly. അതായത് എത്ര മുന്നോട്ട് പോയാലും പിന്നെയും തങ്ങളുടെ കുറവ് കാണുകയും ആവശ്യബോധം കാണുകയും ചെയ്യുമ്പോൾ അവർക്കൊരിക്കലും അവരുടെ ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്താൻ ഒക്കുകയില്ല. No matter how much ever forward you have progressed, when you see the lack in your own life with regard to this instruction, you can never find a fault in your partner. തന്റെ ഭാര്യ തനിക്ക് വേണ്ടതുപോലെ കീഴടങ്ങുന്നില്ലെന്നാണോ ഒരു ഭർത്താവിന്റെ പരാതി? Is the complaint of a husband that my wife is not being submissive to me completely? ആ കാര്യം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അവൻ സത്യസന്ധനാണെങ്കിൽ കാണും, അയ്യോ, ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുന്നുണ്ടോ? എനിക്കിത് പറയാൻ എന്താണ് അർഹത? When he is lifting up his tongue to put that accusation, if he is truthful to himself, he will have this thought, how am I eligible to tell this? Am I doing the part of loving as instructed to me? ഭാര്യയും സത്യസന്ധയാണെങ്കിൽ
ആ നിലവാരത്തിൽ തന്നെ എപ്പോഴും തൻ്റെ ആവശ്യം കാണും. ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്താൻ, അവരുടെ നേരെ ചൂണ്ടാൻ അവർക്ക് കേൾക്കും ഒരു വിരലുണ്ടായിരിക്കുകയില്ല. Similarly, the wife also will not find a finger to point at her husband because she also sees the greater need in her own life. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബജീവിതത്തെ ആ നിലയിൽ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആ ഒരു അടിസ്ഥാന കാര്യം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കടപ്പാടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എത്ര ഭംഗിയായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. How beautifully we can see how God has ordained and arranged this responsibility to a husband and to a wife so that their family life can go smoothly ahead. ഒരു ഭാര്യാഭർത്തൃ ബന്ധം വിജയമാക്കുന്നത് സ്നേഹവും കീഴടക്കവും ആയിരിക്കുന്നത് പോലെ വിശ്വാസിയുടെ ക്രിസ്തീയ ജീവിതവും അല്ലെങ്കിൽ സഭാജീവിതവും കർത്താവിനോടുള്ള സ്നേഹത്തിലും കീഴടക്കത്തിലുമാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. Just like how a family life becomes successful or smooth by love and submission to a believer, his church life is also successful or it goes smoothly to the extent of his love towards the Lord. നമ്മൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കർത്താവിനെ സ്നേഹിപ്പാനും അതേസമയം തന്നെ കർത്താവിന് എല്ലാ കാര്യത്തിലും കീഴടങ്ങാനും ബാധ്യസ്ഥരാണ്. We are all obligated to love the Lord and at the same time be submissive to the Lord. അപ്പൊ തന്നെ കണ്ടോ, ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ളതുപോലെ അവിടെയും ഒരു നിലവാരം വളരെ വലുതാണ് വെച്ചിരിക്കുന്നത്. Just like a standard had been laid to a husband and a wife, there is a high standard that is kept with regard to your church life. നമ്മൾ നോക്കുക, കർത്താവിനെ നമ്മൾ എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? Let us see how we must love the Lord. നമ്മൾ പലതിനെ സ്നേഹിക്കുന്നുണ്ട്, കൂട്ടത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നു. We are loving many things, and among that, I am also loving the Lord. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ, കേരളത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, തിങ്കൾ മുതൽ ശനി വരെ ജോലിക്ക് പോകുന്നു. ഞായറാഴ്ച ആയല്ലോ, ഇന്ന് നീ സഭായോഗത്തിനും പോയി കളയാം. Monday to Saturday, I am going to work. Let me on Sunday also go to the church. പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായിട്ട് അങ്ങനെ കാണാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. God does not desire that we must see Him or loving Him among the many things that we are engaging in our daily life. മത്തായി 22:37 വാക്യം നമുക്ക് പരിചിതമായ ഒരു വാക്യമാണ്. Matthew 22:37. One verse that we are familiar with. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. You shall love the Lord your God with all your heart and with all your soul and with all your mind. കണ്ടോ, ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. Here also we can find a small problem. ഇവിടെ സത്യത്തിൽ ആ പൂർണ്ണ എന്നുള്ള ആ വിശേഷണങ്ങൾ എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റിയേനെ. If God had removed all in this verse, we could have somehow managed living this verse. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ണൊന്ന് തുടച്ചേച്ച് പിന്നെയും മത്തായി 22:37 വായിക്കുമ്പം മാറ്റമൊന്നുമില്ല. നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്. If you rub your eyes a little more nicely and you still read the same verse, you will still find that word all your heart, all your soul and all your mind. This verse you will find in your Bible and you will find it in my Bible also. പൂർണ്ണത എന്ന് പറഞ്ഞാൽ എത്ര %? All, how much percentage do you picturize in your mind? 100%.
നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാൻ കഴിയും? Can you love the Lord with all your heart and with all your soul and with all your mind? പ്രിയപ്പെട്ടവരെ, നമ്മള് ഇതൊരു തെറ്റുപറ്റിയതോ മറ്റോ ആണോ? Dear ones, do you think the translators made some error while translating this verse? അല്ല, അടുത്ത രണ്ട് സുവിശേഷങ്ങളിൽ ഇത് കഴിഞ്ഞ് ഒരു പടിയൂടെ കൂട്ടിയായി ഈ കാര്യം പറഞ്ഞേക്കുന്നു. But in other gospels, one more step is added to this verse. ഉദാഹരണത്തിന് മർക്കോസ് 12:30 നോക്കുക. Let us turn to Mark 12, verse 30. 12:30 നമ്മൾ കാണുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാണ്. Here it is written, with all your heart, with all your soul, with all your mind, and with all your strength is also written over here in addition. മത്തായിയില് പൂർണ്ണ ഹൃദയവും പൂർണ്ണ ആത്മാവും പൂർണ്ണ മനസ്സുമേ ഉള്ളായിരുന്നു. പക്ഷെ ഇവിടെ പൂർണ്ണ ശക്തി കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. In Matthew, it was only heart, soul, and mind, but here, strength is also added along with this verse. ലൂക്കോസ് 10-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം നോക്കുക. Let us turn to Luke 10, verse 27. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. Here also it is written, you have to love your God with all your heart, with all your soul, with all your strength, and with all your mind. കണ്ടോ, ഇവിടെയും 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. Here also 4 things are being referred over here. നിങ്ങൾ ആ വാക്യങ്ങളൊന്ന് താരതമ്യം ചെയ്യണേ. മത്തായിയില് പൂർണ്ണത പറയുന്നുണ്ട്, പക്ഷെ അവിടെ 3 കാര്യങ്ങളോട് ബന്ധപ്പെട്ടായിരുന്നു. In Matthew, we saw the word all is attached to only 3 subjects. എന്നാൽ മർക്കോസ് 12:30, ലൂക്കോസ് 10:27 നമ്മൾ കണ്ടത് അവിടുന്ന് ഒരു പടിയൂടെ കടന്ന് പൂർണ്ണ എന്നത് 4 കാര്യത്തോടെ ശക്തിയെ കൂടെ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. But in Luke and in Mark, the word of God has added one more thing. Strength is also added with the word all. ഈ വാക്യങ്ങൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ ഞാൻ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് തൃപ്തിപ്പെടാനായിട്ട് കഴിയുമോ? നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? When you read these verses, can you tell with satisfaction that I am loving the Lord? പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു നിലവാരത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. Dear ones, we have not reached the standard that the word of God has been demanding from us. ആട്ടെ, നമ്മൾ മരണം വരെ മുന്നോട്ട് ഈ വഴിയിൽ പോയാലും നമ്മൾ ആ പൂർണ്ണത എന്ന് പറയുന്ന 100% എത്തുമോ? Let us ask this question. When I reach my deathbed, can I at least tell at that point of time that I have loved the Lord 100%? നമ്മളെ കൊണ്ടൊക്കാത്ത ഒരു കാര്യം ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുമോ? Will the word of God demand or ask us to obey something we cannot obey at all? പക്ഷേ നോക്കുക, പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി എന്ന് പറഞ്ഞ് ഈ 4 കാര്യം 100% കൊണ്ടുവന്ന് വെച്ചിരിക്കുമ്പോൾ, ജീവിതത്തിന്റെ അവസാനത്തിൽ പോലും കർത്താവേ ഞാൻ ഇതെല്ലാം പാലിച്ചു, നിന്നെ സ്നേഹിച്ചു എന്ന് നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാൻ അവകാശപ്പെടാൻ കഴിയുമോ? Can you tell that, Lord, I have come to the end of my life? Can you tell, keeping your hand upon the chest, and tell sincerely, Lord, I have 100% loved you with all my heart, with all my soul, with all my strength, with all my mind? Can you tell like that? പ്രിയമുള്ളവർ, ഒരുപക്ഷെ നിങ്ങളെക്കാളേറെ ഞാൻ ഇതിന്റെ മുമ്പാകെ വല്ലാതെ കഷ്ടപ്പെട്ടു പോയിട്ടു.
Maybe even before you, I would be finding it difficult to tell a statement like this. ഞാൻ എത്ര എൻ്റെ കർത്താവിനെ സ്നേഹിച്ചെന്ന് പറഞ്ഞാലും ഈ നിലയിൽ പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി എന്ന 4 കാര്യത്തിലും 100% എത്തിയിട്ടുണ്ടോ, എത്താൻ എനിക്ക് കഴിയുമോ? ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുമ്പാകെ എന്താ ഇതൊരു റിഡില് പോലെ, ഒരു കടങ്കഥ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. Many times I have stood before this verse with this attitude that this verse is like a riddle. Can I tell before the Lord that I have loved you 100% in all these 4 realms? ഇതിനെനിക്കൊരു മറുപടി കിട്ടിയത് ഒരു ദൈവഭൃത്യൻ എഴുതിയ ഒരു ലേഖനം വായിച്ചപ്പോഴാണ്. I got an answer to this riddle when I read an article like this. ഈ ദൈവഭക്തന്മാരൊക്കെ ഓരോന്ന് എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം എന്തായിപ്പോയി. If godly men did not write like this articles, what would have happened to us? അവിടെ അദ്ദേഹം പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പൂർണ്ണത 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 എന്ന് കണ്ട് പേടിച്ചു പോകരുത്. In that article, that man of God was telling, seeing the word 100% or all, don't get frightened. അദ്ദേഹം അത് വിശദമാക്കുന്നത് ഇങ്ങനെയാണ്: പൂർണ്ണതയിലേക്ക് ആയുന്നത് തന്നെയാണ് ദൈവം പൂർണ്ണതയായിട്ട് കണക്കാക്കുന്നത്. So he was writing like this: if you are a believer who is striving towards perfection, towards 100%, God considers that striving attitude as 100%. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടക്കളത്തോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. Our Christian life has been compared to a race. ഓട്ടം എങ്ങനെയാ ഓടുന്നത്? How does one run in a race? നമ്മള് അവിടെ എത്ര ഓടിയാലും പിന്നെയും മുന്നോട്ട് പോകണം, പിന്നെയും മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു ആഗ്രഹം, അതാണ് നമ്മളെ ഓട്ടത്തിൽ മുന്നോട്ട് നടത്തുന്നത്. No matter how much ever you are running, while running, the urge that is there inside you that I must cover more, I must run more in my distance, that inspiration is the thing that is pushing you to run the race. ആ പൂർണ്ണതയിലേക്കുള്ള ആയലിനെയാണ് ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ച എന്ന് പറയുന്നത്. That striving, that desire to run ahead is what we call in Christianity as maturity. നമ്മൾ ആ നിലയിൽ, ആ പൂർണ്ണതയിൽ എത്തിയാൽ നമ്മുടെ വളർച്ച തീർന്നു. If you reach 100%, then your growth is stunned. It comes to an end. കണ്ടോ, പ്രിയപ്പെട്ടവര്, നിങ്ങൾ ഈ കാര്യങ്ങൾ എൻ്റെ കൂടെ നിൽക്കണേ. ഞാൻ എൻ്റെ അതിലുള്ള അത്ഭുതം ഇപ്പോഴും പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല. നോക്കുക, ദൈവം എത്ര ഭംഗിയായിട്ടാണ് ഈ കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. Dear ones, I hope you are coming along with me. That enthusiasm has still not left me. How beautifully God has picturized it. ദൈവം നമ്മളിൽ നിന്ന് ഒരു ടോട്ടൽ, കംപ്ലീറ്റ്, അബ്സല്യൂട്ട് ആൻഡ് പെർഫെക്റ്റ് ഡിവോഷൻ ആവശ്യപ്പെടുന്നു. God demands a complete, a total devotion from us, absolute devotion from us. ഞാൻ തന്നെ കണ്ടുപിടിച്ച 4 വാക്കുകളാണ്. It's the 4 words that I myself have found. ടോട്ടൽ, കംപ്ലീറ്റ്, അബ്സല്യൂട്ട് ആൻഡ് പെർഫെക്റ്റ്. Total, complete, absolute, perfect. These 4 words. അത്രയും വലിയ ഒരു കീഴടക്കം, ഒരു ടോട്ടൽ, കംപ്ലീറ്റ്, അബ്സല്യൂട്ട് ആൻഡ് പെർഫെക്റ്റ് ഡിവോഷൻ, അതാണ് ദൈവം എന്നിൽ നിന്ന്, നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. That full extent is what the Lord is desiring from us. A total, a complete, an absolute, a perfect devotion is what the Lord desires from us. ഇതിലെ ഓരോ ആ പ്രത്യയവും, ടോട്ടൽ, കംപ്ലീറ്റ്, അബ്സല്യൂട്ട്, പെർഫെക്റ്റ്, ഇതൊന്നും നമ്മളെ പേടിപ്പിക്കേണ്ട, നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, നമ്മളെ മുന്നോട്ടായാൻ വേണ്ടി, നമ്മുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാണ്. All these 4 words that I told you, you shouldn't look at them with fright.
God has kept all these things to encourage you to move forward. ആ ദൈവഭൃത്യൻ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. Let me just repeat what I told earlier. മുന്നോട്ട് ആയുന്നത് തന്നെയാണ് എന്താ ആ നിലയിലുള്ള പൂർണ്ണത. Your desire to strive forward in your Christian life, that striving forward itself is perfection. നമ്മൾ എത്തിച്ചേർന്നു എന്ന് വിചാരിച്ചാൽ നമ്മുടെ വളർച്ച തീർന്നു. If you will think in your mind that I have reached my destination, then you don't have any more growth. എന്ന് തന്നെയല്ല, ഈ നിലയിൽ ദൈവം ഇത് വെച്ചിരിക്കുന്നത് നമുക്ക് വളരെ പ്രയോജനകരമാണ്. And not only that, God has kept all these 4 elements for our own benefit. നമുക്ക് ഈ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന നമ്മളെ പോലുള്ളവർക്ക് ഒരു പ്രശ്നം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ക്രിസ്തീയ കോളത്തിൽ. I have seen this problem among those who claim to be believers in the Christendom. നമ്മള് കോപത്തിന്റെ മേലെ ഒരളവിൽ നമുക്ക് ദൈവം ജയം തന്നു എന്ന് കരുതുക. Imagine God has given victory over anger in your life to an extent. സഭയിൽ നമ്മുടെ അടുത്ത കസേരയിൽ ഇരിക്കുന്ന ഒരു സഹോദരൻ അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കാനിടയാകും. And you who have overcome anger, you are hearing that a brother who's sitting next to you beside your chair, he is getting angry at his wife. അപ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്താ? We being human, what is the thought that would have gone through our mind? കണ്ടോ ഓരോരുത്തരൊക്കെ CFCയില വലിയ സഭയിലാന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുക. Many people are claiming to sit in CFC churches. This is the claim that they do in their life. കോപത്തിന്റെ മേലുള്ള ജയം പോലും നേടിയിട്ടില്ല. അതേസമയം എന്നെ നോക്കുക എന്ന് പറയാൻ എൻ്റെ താഴ്മ എന്നെ അനുവദിക്കുന്നില്ല. പക്ഷേ നോക്കുക, ദൈവം ആ കാര്യത്തിലൊക്കെ എന്തെല്ലാം മുന്നോട്ട് നടത്തി എന്നൊക്കെ വളരെ ഭംഗിയായ ചില വാക്കുകളിൽ നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നു. But that person is telling like this in a very beautiful word. You have not been able to overcome anger, but look at me. I'm not telling much high about myself, but God has led me in so many ways. പ്രിയപ്പെട്ടവരെ, ഇത് സത്യത്തിൽ എന്താണ്? Dear ones, what is this attitude really from that believer? ഇത് സത്യത്തിൽ നമ്മൾ അടുത്തിരിക്കുന്ന ആളിനെ വിധിക്കുകയും നമ്മൾ നിഗളിക്കുകയുമാണ് ചെയ്യുന്നത്. That is nothing but you are taking pride in what you have gained and you are judging the person who's sitting next to you. മറ്റൊരാളെ വിധിക്കരുതെന്നും നിഗളിക്കരുതെന്നുമാണ് ദൈവകൽപ്പന. നമ്മൾ നല്ല കാര്യത്തോടുള്ള ബന്ധത്തിൽ തന്നെ ഇവിടെ ഇതാ രണ്ടളവിൽ തെറ്റിപ്പോയിരിക്കുന്നു. God has told us not to judge others, but in a very good thing itself we have faltered. സഹോദര സഹോദരി, ഞാനും നീയും ഇങ്ങനെ തെറ്റിപ്പോകരുതെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ദൈവം പൂർണ്ണ 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 എന്നീ നിലവാരം 100% കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. Dear brother and dear sister, it is God's desire that you should not fail and fall. That is why God has kept all these things at a standard of 100%. നമുക്ക് സത്യത്തിൽ ഈ ദൈവവചനത്തെ നമ്മൾ അതേപോലെ എടുക്കുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ആ പൂർണ്ണതയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ സഹോദരൻ അത്രത്തോളം വന്നിട്ടുണ്ടാകുകയില്ല. എങ്കിലും എനിക്ക് അദ്ദേഹത്തെ വിധിക്കാൻ കഴിയുകയില്ല. കാര്യം ഞാൻ തന്നെ ആ യാത്രയിലാണല്ലോ എന്ന സത്യം കണ്ടെത്തും. We will come to this realization of truth that I myself have not reached that full 100% perfection, so I cannot take pride and nor I can judge my brother because I am also in the same journey that he is going towards. അതുപോലെ തന്നെ ഈ കാര്യം കാണുന്നത് നമ്മളെ പിന്നെയും ഒരു അനുതാപത്തിലേക്ക് നയിക്കും. And seeing this truth of not reaching that perfection will also lead us to repentance.
അയ്യോ, ദൈവസഭയിൽ വന്നിട്ട് 25 വർഷമായി ഇപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിൽ എനിക്ക് എത്താൻ കഴിഞ്ഞില്ലല്ലോ. Oh, I have been in the church for almost 25 years and I have still not reached the standard that God has kept for me. കൽപ്പന പൂർണ്ണമായിട്ട് എനിക്ക് പാലിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു അനുതാപം സത്യസന്ധരാണെങ്കിൽ നമുക്കുണ്ടാകും. If you are a true believer, you will have this repentance in your heart that I have not been able to obey the commandment of the Lord with all its sincerity. ഈ അനുതാപം നല്ലതാണ്. And this kind of repenting attitude is good for you. കാരണം നമ്മൾ കാണുന്നത് അനുതാപം നമ്മളെ അറിയാതെ തന്നെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും. Because that repenting heart indirectly will take you more and more closer to the Father. അങ്ങനെ ചില വാക്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. I presume that you have seen some verses like that. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-9 വാക്യങ്ങൾ നോക്കുക. James chapter 4, 8-9 വാക്യങ്ങൾ. 8 and 9. James 4, 8 and 9. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. Draw near to God and he will draw near to you. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ദൈവത്തോട് അടുത്ത് വരികയല്ലേ വേണ്ടത്. What do you need in your personal life? We want to get more and more closer to God. നമ്മൾ അതിനുള്ള ഒരു വഴി ഇവിടെ പറയുന്നു. നമ്മൾ ദൈവത്തോട് അടുത്ത് ചെന്നാൽ ദൈവവും നമ്മളോട് അടുത്ത് വരും. കൊള്ളാം. The way is mentioned over here, the path to that. If you will go near to God, God will come near to you. ആട്ടെ, നമുക്കെങ്ങനെയാ ദൈവത്തോട് അടുത്ത് ചെല്ലാൻ കഴിയുന്നത്? And how is it that I can go close to the Lord? അവിടെ ആ വാക്യത്തിൽ തന്നെ പറയുന്നു, പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. 8-9 വാക്യങ്ങൾ. That remedy is also mentioned over here. Cleanse your hands, you sinners, and purify your hearts, you double-minded. Be miserable and mourn and weep. Let your laughter be turned into mourning and your joy to gloom. കൈകളെ വെടിപ്പാക്കേണ്ടതും ഹൃദയങ്ങളെ ശുദ്ധീകരിക്കേണ്ടതും ആരാ? Cleansing your hands and purifying your hearts, who has to do that? തീർച്ചയായിട്ടും 100% എന്ന നിലവാരത്തിൽ ഇനിയും എത്തിപ്പെടാത്ത ആളുകളാണ് പിന്നെയും പിന്നെയും അനുതാപത്തോടെ ദുഃഖത്തോടെ തങ്ങളുടെ കൈകളെ വെടിപ്പാക്കുകയും ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യേണ്ടത്. Surely it is those who have not reached that 100% perfection. They are the ones who have room for cleansing their hands and purifying their hearts. നിലവാരം വളരെ വലുതാണെന്നും നമ്മൾ ഇതേവരെ അതിൻ്റെ 7 അയലത്ത് എത്തിയിട്ടില്ലെന്നും കാണുമ്പോഴാണ് സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുന്നതും ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരുന്നത്. And it is only when you see that the standard before me is so high and there is a pain in your heart that I have not reached that standard, it will result in mourning and weeping and your laughter turning into sadness and gloom. പ്രിയപ്പെട്ടവരെ, ഈ സങ്കടവും ഈ ദുഃഖവും നമ്മളെ ദൈവത്തോട് അടുത്ത് ചെല്ലാൻ സഹായിക്കുമെന്നാണ് ഈ യാക്കോബ് 4:8-9 വാക്യങ്ങൾ പറയുന്നത്. നിങ്ങൾ വീട്ടിൽ ചെന്ന് സാവധാനം വായിച്ചു നോക്കുക. Go back and home and read this verse again in James chapter 4 verse 8 and 9. This pain and this misery, this sadness should help you to get more and more closer to God. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ സങ്കടപ്പെട്ട് എൻ്റെ കർത്താവേ എന്ന് നിലവിളിച്ച ഒരു പാപിയെ പോലും തള്ളിക്കളഞ്ഞിട്ടില്ല. When Jesus was on this earth, any sinner who cried out to him, God has never rejected. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിന്നിട്ട് അവനെ അടുത്ത് വിളിക്കുകയാ ചെയ്യുന്നു. What Jesus has always done is he would stand over there and he would invite that sinner towards him. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, സെയിം ആണ്. Jesus Christ is the same yesterday, today and for tomorrow.
He is the പ്രിയ same. പ്രിയ സഹോദര സഹോദരി, എനിക്കും നിനക്കും ഹൃദയത്തിൽ നമ്മളെക്കുറിച്ച് തന്നെ ഒരു വേദനയും നിലവിളിയും ഉണ്ടെങ്കിൽ ദൈവം ആ നിലവിളിയെ മറികടന്നു പോവുകയില്ല. അവിടുന്ന് നിൽക്കും, അവനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയും, നമ്മളെ മാറോട് ചേർക്കും. If we have this cry in our hearts today, Jesus will stand, he will tell, bring that person to me, and he will invite him to himself. 34 സങ്കീർത്തനം 18-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. Psalms 34 verse 18 is something that we are very familiar with. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. The Lord is close to those who are broken-hearted. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് ദൈവത്തോടുള്ള അടുപ്പം. അതാണ്, അതിലേക്കുള്ള വഴി അനുതാപത്തിലൂടെയാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. What we want is to be very close to the heart of God. And the way to become close to the heart of God is to be broken. And that is possible when you have a repenting attitude. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദിന്റെ പാപസങ്കീർത്തനത്തിൽ അതിന്റെ 17-ാം വാക്യത്തിൽ ഈ കാര്യം തന്നെ പറയുന്നുണ്ട്. The same thing is mentioned in David's Psalm 51 verse 17. A broken and a contrite heart, O God, you will not despise. പ്രിയപ്പെട്ടവരെ, അപ്പോ നിലവാരം വളരെ വലുതായതുകൊണ്ട് നമുക്ക് എത്തിപ്പിടിക്കാൻ വയ്യാത്തത് ഒരളവിൽ നമുക്ക് നന്മയാണ് എന്ന് കാണുക. So we come to this conclusion that because the standard is very high and I am not able to reach that standard, that lacking is really good for me. That is what we see over here. അവിടെ എത്തിപ്പെടാൻ ഒരിക്കലും കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഓട്ടം നിർത്തി ഇരിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല ഈ പറയുന്നത്. I am not telling or giving you a license to sit down because you have that sadness, I am not able to reach the standard. മറിച്ച് ആ നിലവാരം വലുതാണ്, പക്ഷെ അതിലേക്ക് ആഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയല് തന്നെയാണ്. അത് പൂർണ്ണതയിലേക്ക് ഉള്ള വഴി, അതാണ് വിജയത്തിലേക്കുള്ള പാത, അതാണ് ഓട്ടം, അതാണ് വളർച്ച. But on the other hand, having that striving attitude that I want to reach that perfection, and you are going ahead and you are maturing, that is the right way. ഈ കാര്യം പറയുന്ന വളരെ മനോഹരമായ ഒരു കാര്യം യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. In the book of Jeremiah, we see this very beautifully picturized. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ ഒരു സുപ്രഭാതത്തില് ദൈവം യിരെമ്യാവിനോട് ഒരു കാര്യം പറയുന്നു. One morning, God is telling to Jeremiah like this. അതിന്റെ 13-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ വായിക്കുന്നില്ല, ഞാൻ വേഗത്തിൽ പറയാം. Chapter 13 verses 1 to 11. I'm not reading the whole portion, but I will tell you in summary. ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, യിരെമ്യാവേ, നീ ഒരു ചണനൂൽക്കച്ച വാങ്ങിച്ച് അരയ്ക്ക് കെട്ടുക. God is telling to Jeremiah, take a waistband and wrap it around your waist. ആ അരക്കച്ച അവനോട് ഏറ്റവും അടുത്ത് പറ്റിയിരിക്കുകയാണ്. That waistband is sticking very close to his body. പ്രിയപ്പെട്ടവരെ, നമ്മളും ദൈവത്തോട് ആ നിലയിൽ പറ്റിയിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Dear ones, God is desiring that just like this waistband is sticking very close to the body, we must also stick very close to the Lord. എത്രയോ ഇടത്ത് ആവർത്തന പുസ്തകത്തിൽ നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. In many places, this is referred that we must stick very close to the Lord. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നോക്കുക. Deuteronomy chapter 4 verse 4. അവിടെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരുന്ന നിങ്ങൾ, പറ്റിച്ചേർന്നിരുന്നു, ക്ലീവ്. But you who held fast to the Lord, Deuteronomy, you who held fast to the Lord
are ആ alive today, who നോക്കുക, hold fast to the Lord. വേദപുസ്തകത്തിൽ പലയിടത്തും ഈ പറ്റിച്ചേർന്നിരിക്കുക എന്നുള്ളത് ആവർത്തിക്കുന്നുണ്ട്. This theme God is mentioning in many parts of the Bible, to hold fast, to cleave to the Lord. ആവർത്തന പുസ്തകം 10:20 നോക്കുക, 10:20, Deuteronomy chapter 10:20. 11:22. In another place, 10:20 also he's telling to cling to him. Another reference is 13:11:22. 10:20, 11:22, 13:5. 11:22, chapter 13 verse 5. In all these places the Lord is 20 എന്ന് വേണ്ട, ഈ ഭാഗങ്ങളിലൊക്കെ ദൈവത്തോട് പറ്റിയിരിക്കുക, പറ്റിയിരിക്കുക, പറ്റിയിരിക്കുക എന്ന് പറയുന്നു. in all these places God is exhorting, stay close to me, cleave to me, hold close to me. ഒരാളുടെ അരക്കച്ച ആ ആളിനോട് എത്ര ചേർന്നിരിക്കുന്നു. How the waistband is so closely associated with his body in that manner. എന്നാൽ ആ നിലയിൽ ചേർന്നിരുന്നില്ലെങ്കിൽ ഈ അരക്കച്ചയ്ക്ക് എന്ത് സംഭവിക്കും? If that band is sticking very close to the body, what will happen to the hairband and to the waistband? നമ്മൾ ഇരമ്യാവ് 13 ആ കാര്യം ഒരു ചിത്രമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. We see what is happening to the waistband in this chapter of Jeremiah chapter 13. ദൈവം ഇരമ്യാവിനോട് പറഞ്ഞു, നീ ഇത്രയും നാൾ അരക്കി കെട്ടിയിരുന്ന അരക്കച്ച കൊണ്ടുവന്ന് ഫ്രാത്തില് ഒരു കുഴിയില് ഒരു വിള്ളലിൽ ഒളിച്ചു വെക്കാൻ പറഞ്ഞു. God is telling that waistband which you had taken very close to your body, put it in a small hole among the rocks. എന്നിട്ട് ചില നാളുകൾ കഴിഞ്ഞിട്ട് ഇരമ്യാവിനോട് പറഞ്ഞു, ഇരമ്യാവേ, നീ ഓർക്കുന്നുണ്ടല്ലോ അരക്കച്ച നമ്മൾ അവിടെ ഒരു വിള്ളലിൽ കൊണ്ടുവന്ന് വെച്ചത്, അതിപ്പോ എങ്ങനെ ഇരിക്കുന്നെന്ന് പോയി നോക്കാൻ പറഞ്ഞു. God is telling, do you remember that waistband which we had kept in that hole? Why don't you go and inspect what happened to that waistband? അവൻ ചെന്ന് നോക്കിയപ്പോൾ അത് ഒന്നിനും കൊള്ളരുതാതെ കേടുപിടിച്ച് ആ കച്ച ആ നിലയിലായിരിക്കുന്നു. അതിന്റെ 7-ാം വാക്യം, 13:7. Chapter 13 verse 7, when he went and inspected that waistband from where he had hidden it, the waistband was ruined and it was totally worthless. ഇത് ഇസ്രായേൽ ഗ്രഹം തന്നോട് പറ്റിയിരിക്കുന്നതിനെ കുറിച്ചാണെന്ന് 11 വ്യക്തമാക്കുന്നുണ്ട്. This is a picture of how Israel should have stuck very close to the Lord. We see it from verse 11. രണ്ടാം ഇസ്രായേലായ നമ്മളും ദൈവത്തോട് ഏറ്റവും പറ്റിയിരിക്കണം. We who are close to the Lord also should be like the waistband, sticking very close to the Lord. നമ്മൾ ദൈവത്തോട് പറ്റിയിരുന്നില്ലെങ്കിൽ ഈ അരക്കച്ച പോലെ കേടുപിടിച്ച് ഒന്നിനും കൊള്ളരുതാത്തത് എന്ന് ദൈവദൃഷ്ടിയിൽ കാണാനിടയാകും. If we do not stick close to the Lord, in the eyes of God, like we saw right now, our waistband will become ruined and it becomes worthless before Him. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ഏറ്റവും ഒരു അടുത്ത ബന്ധം, അതാണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം. The secret behind a Christian life is to live very close to God. ആ നിലയില് ദൈവത്തോട് അടുത്തിരിക്കാൻ എപ്പോഴാണ് നമുക്ക് കഴിയുന്നത്? And when can we stick very close to the Lord in our Christian life? നിലവാരം വളരെ വലുതാണെന്നും ഞാൻ ഇപ്പോഴും അതിനടുത്ത് എത്തിയിട്ടില്ലെന്നും ഉള്ള അനുതാപം തന്നെ നമ്മളെ അവന്റെ അടുത്തേക്ക് നയിക്കും. When you see that the standard is very high and you have a repentance in your heart that I am sorry for it, that repentance will take you more and more close to God. ആ കരച്ചിലും നിലവിളിയും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മെ കൈവിടുകയില്ല. If that cry and that prayer to the Lord is there always in your heart like the waistband, God will never leave you. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. God is close to the broken hearted. കണ്ടോ എങ്ങനെയാ നുറുക്കം വന്നത്? നിലവാരം ഇത്ര വലിയ പൂർണ്ണത ആയതുകൊണ്ടാണ്.
How did that broken hearted situation come in your life? It is because you kept on seeing the need for being perfect, the need for being perfect. ക്രിസ്തീയ ജീവിതത്തിലും വിവാഹ ജീവിതത്തിലും നിലവാരം വളരെ വലുതാണ്. In our Christian walk and in our family life, the standard is very high. എന്തിനാണ് രണ്ടിടത്തും ഈ നിലവാരം ഇത്ര വലുതായിട്ട് വെച്ചിരിക്കുന്നത്? And why has God kept the standard so high in both these institutions? പ്രിയപ്പെട്ടവരെ, പൂർണ്ണതയിലേക്ക് ആയുന്നത് തന്നെയാണ് പൂർണ്ണത. Dear ones, our longing to strive forward, that itself is perfection. നമുക്ക് ദൈവസന്നിധിയിൽ കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. Let us really judge ourselves in the light of what we have heard. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തോടടുത്ത് വരുമ്പോൾ ഇത് മനുഷ്യർക്കാർക്കും ജീവിക്കാൻ പറ്റാത്ത വലിയ നിലവാരമാണ് എന്ന് നിങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? Have you complained or have you thought that going in a Christian life is something that is impossible, it is difficult? ഈ നിലവാരം ഇങ്ങനെ വലുതായി വെച്ചിരിക്കുന്നത് ഒരളവിൽ നമുക്ക് രക്ഷയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. To a good extent, God has kept it like that for our goodness and for our betterment. നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിലും കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലും ഈ നിലവാരം വളരെ വലുതായിരിക്കുന്നത് നമുക്ക് ആ ഓട്ടം മുന്നോട്ടോടാൻ നമ്മളെ സഹായിക്കും. That with regard to our relationship with the Lord or with relationship in our family life, this standard will help us to strive forward towards perfection. നമ്മൾ സത്യസന്ധരായിരിക്കുക, ഉള്ള കാര്യങ്ങൾ അംഗീകരിക്കുക. അങ്ങനെ നമുക്ക് ഈ ഓട്ടം ഓടാനായിട്ട് കഴിയും. Let us be truthful. Let us be truthful, and then you will be able to run this race. ഈ നിലവാരം നമ്മളെ എപ്പോഴും താഴ്മയിൽ നിർത്തും. And this high standard will always keep us humble. താഴ്മയുള്ളിടത്ത് ദൈവത്തിന്റെ കൃപയുണ്ട്. And where there is humility, there the grace of God will be found. ഈ നിലവാരം ഇത്ര വലുതാണെന്നും നമ്മുടെ അവസ്ഥ ഇത്ര ശോചനീയമാണെന്നും കാണുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു പുകഴ്ചയില്ല, അടുത്തിരിക്കുന്ന സഹോദരനെ വിധിക്കുകയില്ല. When we see our lackness, we will not have pride on our own self life, nor will we look down with judgment on our brother who sits beside us. എപ്പോഴും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കും. Every time we will depend on the Lord. നമ്മൾ ഹൃദയനുറുക്കത്തിന്റെയും അനുതാപത്തിന്റെയും ഒരു വഴിയിലൂടെ സഞ്ചരിക്കും. We will walk in that pathway where repentance and brokenheartedness is there. അഹങ്കാരമില്ല, നിഗളമില്ല. There would not be a spirit of arrogance or pride. താഴ്മയുള്ളിടത്ത് ദൈവത്തിന്റെ കൃപയുണ്ട്. നമുക്കത് പോരെയോ? Is it not enough that when we are humble, the grace of God is near to us? ദൈവം നോക്കുക, ഈ കാര്യങ്ങളൊക്കെ എത്ര ഭംഗിയായിട്ട് നമ്മുടെ ആത്യന്തിക നന്മയ്ക്ക് വേണ്ടി കർത്താവ് ചെയ്തിരിക്കുന്നു. How beautifully God has arranged and ordained all these things for our eternal good. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, Our loving Heavenly Father, ദൈവമേ, അവിടുത്തേക്ക് ഇങ്ങനെയാണല്ലോ പ്രസാദമായത്. Lord, this is the way in which you are pleased to do things. അവിടുത്തെ വഴികൾ എത്ര തികവുള്ളതാണ് എന്ന് ഞങ്ങൾ വളരെ പരിമിതമായ ഒരു നിലയിൽ ഇപ്പോൾ കാണാനിടയാക്കിയതിനായിട്ട് സ്തോത്രം. We really thank you for helping our eyes to see in a very limited way how beautiful your ways are. കർത്താവേ, നിഗളമില്ലാത്തവരായിട്ട്, സ്വയപുകഴ്ചയില്ലാത്തവരായിട്ട്, മറ്റൊരാളെ വിധിക്കുന്ന മനോഭാവം ഇല്ലാത്തവരായിട്ട് അങ്ങിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ തുടർന്ന് ഞങ്ങളെ സഹായിക്കണം. Please help us to be those who do not have pride, who do not have judgment,
and help us to move forward with this attitude. ഈ വചനങ്ങളെ ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണേ. Please help us to hold very dearly to our heart the words that we heard. അവിടുത്തെ വചനത്തിനായിട്ട് നന്ദി കർത്താവേ. We അവിടുത്തെ thank ഈ you വഴി for your word. We thank you, Lord, for your word. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. In the matchless name of Jesus. Amen.